എല്ലാവർക്കും ഇൻഡക്ഷൻ മെഷീനിലെ തേർഡ് മൊഡ്യൂളായ ഇൻഡക്ഷൻ മോട്ടോഴ്സിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മോട്ടോർ ഓൺ നോ ലോഡ് ആൻഡ് ഓൺ ലോഡ്, അതായത് ഇൻഡക്ഷൻ മോട്ടറിനകത്ത് ഉള്ള പാരാമീറ്റേഴ്സുകളിൽ ലോഡ് വേരി ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റം വരാം, അതായത് നോ ലോഡ് കണ്ടീഷനിലുള്ള പാരാമീറ്റേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും, ലോഡ് ചെയ്യുമ്പോഴുള്ള പാരാമീറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഒരു ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. When induction motor is running at no load, the rotor runs at synchronous speed. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡിൽ റൺ ചെയ്യുമ്പോൾ ദ റോട്ടർ റൺസ് നിയർലി അറ്റ് സിങ്ക്രോണസ് സ്പീഡ്. ഞാൻ പണ്ട് പറഞ്ഞിരുന്നു. നമുക്കറിയാം ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിങ്ങിൽ ഞാൻ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേറ്ററിലേക്ക് ഒരു 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ സ്പീഡാണ് NS എന്ന് പറയുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരുന്നു? 120 ഇൻറ്റു F/P. F എന്ന് പറഞ്ഞാൽ സ്റ്റേറ്ററിൽ കൊടുത്ത ഇൻപുട്ട് സപ്ലൈയുടെ ഫ്രീക്വൻസി. P എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റർ എത്ര പോളിനാണോ വൈൻഡ് ചെയ്തിട്ടുള്ളത്, അതായത് സ്റ്റേറ്ററിലെ വൈൻഡിങ്ങിൽ എത്ര പോൾസിനാണോ വൈൻഡ് ചെയ്തത്, അതാണ് P എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NS എന്ന സ്പീഡിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഇത് കാരണം റോട്ടറിൽ, നമുക്കറിയാലോ, റോട്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അതിന്റെ സ്പീഡ് എന്താണ്? NS. ഇതാണ് റോട്ടർ എന്ന് വിചാരിച്ചോളി. ഒന്നാലോചിച്ച്, ഇത് സ്റ്റേറ്റർ ആയിട്ട് കിടക്കുന്നു, ഇത് സ്റ്റേഷനറി ആയിട്ട് കിടക്കുന്നു. റോട്ടർ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യില്ലേ? ഓക്കെ, ആ EMF കാരണമാണല്ലോ നമുക്കറിയാം ലെൻസസിലേക്ക് വെച്ചിട്ടാണല്ലോ നമുക്ക് എന്ത് സംഭവിച്ചത്, ഇത് റോട്ടർ റൊട്ടേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ റോട്ടർ ഒരു നോ ലോഡ് കണ്ടീഷനിലാകുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഏകദേശം അതേ സ്പീഡിൽ തന്നെ കറങ്ങും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഇതൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഒരു മോട്ടർ നോ ലോഡ് കണ്ടീഷനിൽ നമുക്കൊന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു 3 ഫേസ് സപ്ലൈ കൊടുത്ത് ഇത് റോട്ടറാണ് കേട്ടോ. ഓക്കെ, 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. അതിന്റെ സ്പീഡ് എന്താണ്? NS. ഇത് കാരണം ഇതിനൊരു റോട്ടറിലൊരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്ത EMF എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ് നമ്മൾ പറഞ്ഞിരുന്നു? റിലേറ്റീവ് സ്പീഡ്, അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷനാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇത് സ്റ്റേഷനറിയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കറിയാം ലെൻസസ് ലോക്ക് വെച്ചിട്ട് ആ ഫോഴ്സ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളെ റോട്ടറും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ, അതേ സ്പീഡിൽ തന്നെ, ഏകദേശം അതേ സ്പീഡിൽ തന്നെ കറങ്ങും നോ ലോഡ് കണ്ടീഷനിൽ. ഓക്കെ, അപ്പോൾ NS റോട്ടറിന്റെ സ്പീഡാണ് NR, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് NS എന്ന് പറയുന്നത്. നമ്മുടെ മോട്ടർ അറ്റ് നോ ലോഡ് കണ്ടീഷനിലാണെങ്കിൽ റോട്ടറിന്റെ സ്പീഡും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡും ആൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, രണ്ടും ആൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാലോ സ്ലിപ്പ് എന്ന് പറഞ്ഞ പാരാമീറ്റർ എന്താ? NS മൈനസ് NR/NS. അപ്പൊ ഒരു നോ ലോഡ് കണ്ടീഷനിൽ സ്ലിപ്പ് എത്രയായിരിക്കും? നോ ലോഡ് കണ്ടീഷനിൽ ഞാൻ എന്താ പറഞ്ഞത്? NSഉം NRഉം ആൾമോസ്റ്റ് ഈക്വൽ ആണ്. അപ്പൊ സ്ലിപ്പ് എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. വെൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് നോ ലോഡ് ദ റോട്ടർ റൺസ് നിയർലി അറ്റ് സിങ്ക്രോണസ് സ്പീഡ്. ഇത് റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ സ്പീഡിലായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നു എന്താണ് സിങ്ക്രോണസ് സ്പീഡ് എന്നുള്ളത്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെയാണ് സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? 120 F/P. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോർ നോ ലോഡിലാകുമ്പോൾ സിങ്ക്രോണസ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യും. സോ ദ സ്ലിപ്പ് ഈസ് വെരി സ്മാൾ, നിയർലി 0 അറ്റ് നോ ലോഡ്. അതല്ലേ നമ്മളിവിടെ കാണിച്ചത്.
നോ ലോഡ് കണ്ടീഷനിൽ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും, അതായത് നിയർലി 0 ആയിരിക്കും. നമുക്കൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എപ്പോഴും അറിയാലോ, ഒരു റോട്ടർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. റോട്ടർ ഇങ്ങനെ ഏകദേശം ഒരു സിങ്ക്രോണസ് സ്പീഡിനെ ഇതായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മോട്ടറിന്റെ ലോഡ് ചെയ്യല് റോട്ടറിലല്ലേ. അതായത് നമ്മളെ മോട്ടറിന്റെ ഔട്ട്പുട്ട് എന്താ? മെക്കാനിക്കൽ എനർജി. ഇവിടെ ആരാ മെക്കാനിക്കൽ എനർജി തരുന്നത്? ആരാ? റോട്ടർ അല്ലേ. കാരണം റോട്ടർ അല്ലേ കറങ്ങുന്നത്. ഓക്കെ, അപ്പൊ റോട്ടറാണ് നമ്മൾ ഷാഫ്റ്റിലേക്ക് കപ്പിൾ ചെയ്തിട്ടുള്ളത്. അതാണ് റോട്ടർ നമ്മളെ ഷാഫ്റ്റിലാണ് ഉള്ളത്. അപ്പൊ ആ ഷാഫ്റ്റാണ് നമ്മളെ സാധാരണ ലോഡിലേക്കൊക്കെ കണക്ട് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളെ റോട്ടറിൽ നമ്മളെ ഷാഫ്റ്റ് ഉണ്ട്. ഇതാണ് ഞാനിപ്പോ ഈ ഒരു കിട്ടുന്ന മെക്കാനിക്കൽ എനർജിയാണ് ഞാനിപ്പോ സപ്പോസ് ഒരു ടർബൈന് കറക്കാൻ ഉപയോഗിക്കുന്ന വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ ടർബൈന് കറക്കാന്ന് വിചാരിച്ചു. അപ്പൊ ലോഡ് ചെയ്തില്ല, ടർബൈൻ കറക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോട്ടറിന്റെ ഔട്ട്പുട്ടിൽ ലോഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? സാധാരണ ഞാൻ പറഞ്ഞു, നോ ലോഡ്, ഒരു ലോഡില്ലാത്ത അവസരത്തില് റോട്ടറിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് സിങ്ക്രോണസ് സ്പീഡാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ലോഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ റോട്ടറിന്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ലോഡ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റോട്ടറിന്റെ സ്പീഡ് സിങ്ക്രോണസ് സ്പീഡിൽ നിന്ന് കുറഞ്ഞു വരും. ഓക്കെ, ആ കാര്യം മനസ്സിലായല്ലോ. അത് നമ്മള് ഒരു യൂണിവേഴ്സൽ തിങ് ആണ്. ഇപ്പൊ നിങ്ങള് സൈക്കിൾ ഔട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ ചവിട്ടുമ്പോൾ ഒരു സ്പീഡ് കിട്ടും, ഒരു പെർട്ടിക്കുലർ സ്പീഡ് കിട്ടും. നിങ്ങളെ ബാക്കിൽ പെട്ടെന്ന് ഒരാൾ കയറി എന്ത് സംഭവിക്കുക? ഇത് സ്പീഡ് ഒന്ന് കുറയും. ഓക്കെ, ഒരാളും കൂടി കയറി എന്ത് സംഭവിക്കുക? അതായത് ലോഡ് വീണ്ടും കൂടുന്ന ഇഫക്റ്റ് അല്ലേ, നിങ്ങളുടെ സ്പീഡ് ഒന്നുകൂടി കുറയും. അതേപോലെ തന്നെ ഇൻഡക്ഷൻ മോട്ടറിലും അങ്ങനെ തന്നെയാണ്. സപ്പോസ് നമ്മുടെ സിങ്ക്രോണസ് സ്പീഡിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1500 RPM ആണെങ്കിൽ നമ്മുടെ നോ ലോഡ് കണ്ടീഷനിൽ റോട്ടറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1499 RPM ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് 1460 RPM ആകും. വീണ്ടും ലോഡ് ചെയ്താൽ ഒരു 1450 RPM ആകും. വീണ്ടും ലോഡ് ചെയ്താൽ ഒരു 1440 RPM ആകും. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള സ്പീഡിലേക്കൊക്കെ നമുക്ക് കുറയും. ഓക്കെ, അപ്പോ ബട്ട് വെൻ ഇൻഡക്ഷൻ മോട്ടർ ഈസ് ലോഡഡ് ദ റോട്ടർ സ്പീഡ് ഡിക്രീസസ് ആൻഡ് ദ സ്ലിപ്പ് ഇൻക്രീസസ്. ശരിയല്ലേ? ഞാൻ പറഞ്ഞു റോട്ടർ സ്പീഡ് എന്താ സംഭവിക്കുക? ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് വരും. റോട്ടർ സ്പീഡ് ഡിക്രീസ് ചെയ്താൽ സ്ലിപ്പിന് എന്താ സംഭവിക്കുക? ഒന്നാലോചിച്ച്, സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? NS മൈനസ് NR/NS ആയിരുന്നു. ഒന്നാലോചിച്ച് നോക്കി, റോട്ടറിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്? നോ ലോഡ് കണ്ടീഷനിൽ NS മൈനസ് NR/NS ആയിരുന്നു സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നോ ലോഡ് കണ്ടീഷനിൽ എന്തായിരുന്നു? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഇടുകയാണെങ്കിൽ NS എന്ന് പറയുന്നത് 1500 ആണെങ്കിൽ നോ ലോഡ് കണ്ടീഷനിൽ NR എന്ന് പറയുന്നത് ഒരു 1499 ആണ് വിചാരിച്ചോളൂ, ബൈ 1500. സ്ലിപ്പ് എന്ന് പറയുന്നത് ആൾമോസ്റ്റ് 0 ആണ്. ഓക്കെ, ഞാൻ ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? എൻ്റെ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 1500. ഞാനൊരു പെർട്ടിക്കുലർ വാല്യൂ ഇട്ടുന്നുള്ളൂ കേട്ടോ. NR റോട്ടറിന്റെ സ്പീഡ് എന്താ സംഭവിക്കുക? റോട്ടറിന്റെ സ്പീഡ് ഒന്നുകൂടി കുറയല്ലേ ചെയ്യുക, ഒരു 1450 ആക്കി വിചാരിച്ചോളി. വീണ്ടും NS. ഓക്കെ, അപ്പൊ എന്താ സംഭവിച്ച്? ഈ ഡിഫറൻസിന്റെ വാല്യൂ കൂടിയില്ലേ, അപ്പൊ സ്ലിപ്പിന്റെ വാല്യൂ കൂടൂലേ? ഓക്കെ, ഞാൻ വീണ്ടും ലോഡ് ചെയ്ത് വിചാരിച്ചോളൂ. വീണ്ടും ലോഡ് ചെയ്യുന്ന എന്ത് സംഭവിക്കുക? റോട്ടറിന്റെ സ്പീഡ് എന്തായിട്ട് മാറാം? 1425 ആവും. അപ്പൊ വീണ്ടും സ്ലിപ്പിന്റെ വാല്യൂ കൂടില്ലേ ചെയ്യുക? ഓക്കെ, അപ്പോ ഒരു ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡ് കണ്ടീഷനിൽ അതിന്റെ സ്ലിപ്പ് എന്തായിരിക്കും? ആൾമോസ്റ്റ് 0 ആയിരിക്കും. പക്ഷെ ഇൻഡക്ഷൻ മോട്ടറിന്റെ ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിന്റെ റോട്ടറിന്റെ സ്പീഡ് ഡിക്രീസ് ചെയ്യും. സ്പീഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? ആ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് ഇൻക്രീസ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു റോട്ടറിനുള്ളിലെ, അതായത് ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ സ്ലിപ്പ് എന്ന ഫിനോമിന വരുന്നത് റോട്ടറിലാണല്ലോ. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞ ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡ് കണ്ടീഷനിലും ലോഡ് ചെയ്യുന്ന കണ്ടീഷനിലും നമുക്കറിയാം സ്ലിപ്പ് മാറും, സ്പീഡ് മാറും. ഇതിനൊക്കെ അനുസരിച്ചിട്ട് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ട്, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന റോട്ടറിലെ കറണ്ടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റോട്ടറിലെ EMFന്റെ ഫ്രീക്വൻസി, അല്ലെങ്കിൽ റോട്ടറിന്റെ സർക്യൂട്ടിലെ റിയാക്ടൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ്, ഇതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ഈ ലോഡ് ചെയ്യുന്ന കണ്ടീഷനിലും നോ ലോഡ് കണ്ടീഷനിലും എങ്ങനെയൊക്കെയാണ് മാറ്റം വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് റോട്ടർ EMF, റോട്ടർ കറണ്ട്, റോട്ടർ ഫ്രീക്വൻസി, റോട്ടർ റിയാക്ടൻസ്, റോട്ടർ ഇമ്പിഡൻസ് എന്നുള്ളതൊക്കെ ഒരു ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡ് കണ്ടീഷനിലും
ലോഡഡ് കണ്ടീഷനിലും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓർ റോട്ടർ EMF. ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് ഓർ റോട്ടർ EMF. നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചപ്പോൾ നമ്മളൊരു കാര്യം ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു, റോട്ടറിൽ ഒന്നുകൂടി പറയാണ്, നമ്മൾ 3 ഫേസ് മെഷീനിലേക്ക് നമ്മൾ 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് ഒരു 3 ഫേസ് സപ്ലൈ കൊടുത്തപ്പോൾ 3 ഫേസ് ഇൻപുട്ട് കൊടുത്തപ്പോൾ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു, NS. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഈ NS കാരണം ഇവിടെ റോട്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്തു. കാരണം എന്താ, ഇതിനെ സംബന്ധിച്ചും എന്താ, ഇത് മൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് അല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് ഇവിടെ ഒരു റോട്ടറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നു ഈ ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരുന്നു. അതായത് ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റോട്ടർ EMF, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റോട്ടർ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിങ്ങിൽ എന്തുകൊണ്ടാണ് അതിന് അസിൻക്രോണസ് മോട്ടർ എന്ന് വിളിക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിനുള്ളിലെ ഇവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, വെൻ റോട്ടർ ഈസ് റൊട്ടേറ്റിംഗ് അറ്റ്, നമുക്ക് സപ്പോസ് ചെയ്യാം നമ്മൾ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യാണ്. ഇൻഡക്ഷൻ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് ഒരു പെർട്ടിക്കുലർ, സപ്പോസ് ഇൻഡക്ഷൻ മോട്ടർ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പെർട്ടിക്കുലർ ലോഡ് അതിന് അക്രോസ് ആയിട്ട് അപ്ലൈ ചെയ്തു. ഓക്കെ, ആ സമയത്ത് ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ കറങ്ങുന്ന സ്പീഡ് എന്ന് പറയുന്നത് NR. ഓക്കെ, അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറയുന്നത് NR ആണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്നുണ്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ. The frequency of rotor current or rotor EMF depends on the relative speed between rotating magnetic field and rotor. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പറഞ്ഞു റോട്ടറിൽ EMF ഉണ്ടാകണമെങ്കിൽ എന്താ വേണ്ടത്, റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അതായത് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യണമെങ്കിൽ റോട്ടറും റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഒരു റിലേറ്റീവ് സ്പീഡ് ഉണ്ടാകണം. ഓക്കെ, അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഇൻഡ്യൂസ് ചെയ്ത റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത റോട്ടർ EMF അല്ലെങ്കിൽ ആ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത EMF കാരണം ഉണ്ടാകുന്ന റോട്ടർ കറണ്ട്, ഇതിന്റെ ഫ്രീക്വൻസിയും ഈ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒന്നുകൂടി പറയണം, EMF റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ആര് കാരണമാണ് റോട്ടറിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റോട്ടർ ആൻഡ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പോർഷൻ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഈ EMF കാരണം ഉണ്ടാകുന്ന അപ്പോ ഈ റോട്ടർ EMF അല്ലെങ്കിൽ ഈ റോട്ടർ EMF കാരണം ഉണ്ടാകുന്ന റോട്ടർ കറണ്ട്, ഓക്കെ, അതിന്റെ ഫ്രീക്വൻസിയും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റോട്ടറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, NS മൈനസ് NR. അതല്ലേ, രണ്ട് ഒബ്ജക്റ്റുകൾ ഒരേ ഡയറക്ഷനിൽ പോകുന്നുണ്ടെങ്കിൽ ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് NS, ഇതിന്റെ സ്പീഡ് NR ആണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡ് എന്താണ്, NS മൈനസ് NR ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ, നമുക്ക് ഒരു കാര്യം അറിയാം, സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത് 120 f/p ആണെന്നറിയാം. എന്നാലും ഇത് നമുക്ക് എഫിന്റെ എക്സ്പ്രഷൻ എടുത്തൂടെ. എഫ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി അല്ലേ. ഓക്കെ, NS എന്ന് പറയുന്നത് എന്താ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡ് എന്ന് പറയും. എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ NS × P/120 എന്ന് എഴുതാൻ പറ്റും. ഇതാണ് ഇക്വേഷൻ 2. ഞാനിവിടെ മാർക്ക് ചെയ്ത സപ്ലൈ ഫ്രീക്വൻസി. എഫ് എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി ആണ് 120 f/p.
എന്ന് പറയുന്നത് ആ ഇക്വേഷനെ മാറ്റിയിട്ട് ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് NS × P/120 എന്ന് എഴുതാം. എഴുതി കൂടെ? അപ്പൊ ഞാൻ പറഞ്ഞു റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന റോട്ടറിന്റെ EMF അല്ലെങ്കിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന റോട്ടറിന്റെ കറണ്ട് എന്നിവയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് റിലേറ്റീവ് സ്പീഡായ NS - NR പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു. നമുക്കറിയാലോ എഫിന്റെ എക്സ്പ്രഷൻ NS × P/120 എന്ന് പറഞ്ഞു. അപ്പൊ ആലോചിച്ച് നോക്കി, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന എഫിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അല്ലെങ്കിൽ കറണ്ട് അതിന്റെ ഫ്രീക്വൻസിനെ ഞാൻ FR എന്നിട്ടാണെങ്കിൽ ആലോചിച്ച് നോക്കി P/120 എന്നിട്ട്. ഓക്കെ, ഇനി ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ഉള്ളത്? NS. എഫ് സ്റ്റേറ്റർ സപ്ലൈന്റെ കേസിൽ NS നായിരുന്നു. ഇവിടെ ആലോചിച്ച് നോക്കി, റോട്ടറിലെ ഫ്രീക്വൻസി ഏത് സ്പീഡിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ? NS - NR എന്നായിരുന്നു. അപ്പൊ ആലോചിച്ച് NS - NR × P/120. അതാണ് ഇവിടെ എഴുതുന്നത് ദ റോട്ടർ കറണ്ട് ഓർ റോട്ടർ EMF ഫ്രീക്വൻസി. റോട്ടർ കറണ്ടിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റോട്ടർ EMFന്റെ ഫ്രീക്വൻസി FR. ആ റോട്ടറിലുള്ള കറണ്ട് അല്ലെങ്കിൽ റോട്ടർ EMFന്റെ ഫ്രീക്വൻസി ഞാൻ FR എന്നിട്ട് അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? NS - NR × P/120 എന്ന് എഴുതാൻ പറ്റും. ജസ്റ്റ് ഇതൊന്ന് മോഡിഫൈ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF NS - NR എന്നാണ് പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ NSന്റെ സൈഡിൽ NS - NR എന്നിട്ട്. അപ്പൊ ഇക്വേഷൻ 1 ഇട്ട് ഇക്വേഷൻ 2 എന്നിട്ട്. ഓക്കെ, ഇക്വേഷൻ 1/2 FR/F, അതായത് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ സ്റ്റേറ്ററിലുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എഴുതാൻ പറ്റും. ഇതിന് നമ്മളിങ്ങനെ ഇതും കട്ട് ചെയ്ത് പോകാൻ പറ്റും, ഇതൊക്കെ കട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് കിട്ടും. ഇത് ഞാൻ പറഞ്ഞു ഇതും കട്ട് ചെയ്ത് ഇതും കട്ട് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും FR/F എന്ന് പറയുന്നത് NS - NR/NS കിട്ടും. ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ? ഈ NS - NR/NS ഞാൻ എന്താ വിളിക്കാറ്? സാധാരണ സ്ലിപ്പ് എന്ന് പറയും. ഓക്കെ, അപ്പൊ FR/F എന്ന് പറയുന്നത് നമുക്ക് എന്തെത്തി? F എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സ്റ്റേറ്ററിന്റെ സപ്ലൈ ഫ്രീക്വൻസി. FR എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ റോട്ടറിലെ കറണ്ടിന്റെ ഫ്രീക്വൻസി. FR/F = S. അങ്ങനെയാണെങ്കിൽ നമുക്ക് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി മാറ്റി എഴുതി കൂടെ? FR എന്ന് പറയുന്നത് എന്താ? S × F. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. അതായത് റോട്ടർ കറണ്ട് അല്ലെങ്കിൽ റോട്ടർ EMFന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്ററിൽ അപ്ലൈ ചെയ്ത ഇൻപുട്ട് സപ്ലൈയുടെ ഫ്രീക്വൻസി, അതായത് സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ? എന്ത് എക്സ്പ്രഷൻ കിട്ടി? റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു സ്റ്റേറ്ററിൽ അപ്ലൈ ചെയ്ത ഇൻപുട്ട് സപ്ലൈയുടെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടിയൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് 2-3 കാര്യങ്ങൾ നമുക്ക് അപഗ്രഥിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, സ്ലിപ്പ് എപ്പോഴാണ് 1 ആകുക? സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? NS - NR/NS. ഇത് എപ്പോഴാണ് 1 ആകുക? NR 0 ആകുമ്പോഴാണ് ഇത് 1 ആകുക. NR 0 എന്ന് പറഞ്ഞാൽ എന്താ? റോട്ടർ സ്റ്റേഷനറി ആയിരിക്കുന്ന അവസരത്തിൽ, അതായത് റോട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന അവസരത്തിൽ. ഇത് റോട്ടർ കറങ്ങാൻ തുടങ്ങിയിട്ടില്ല. റോട്ടർ കറങ്ങാൻ തുടങ്ങാത്ത അവസരത്തിലല്ലേ NR = 0 ആവുക? അതായത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാകുമ്പോൾ, സ്റ്റാൻഡ് സ്റ്റിൽ അതായത് അനങ്ങാതെ നിൽക്കുമ്പോൾ, ഓക്കെ, ആ അവസരത്തിലല്ലേ സ്ലിപ്പ് 1 ആകുക. ഓക്കെ, സ്ലിപ്പ് 1 ആകുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് F തന്നെയായിരിക്കും. F × S അല്ലേ? അതായത് S × F അല്ലേ? അതായത് 1 × F F തന്നെയായിരിക്കും. അതായത് റോട്ടറിന്റെ ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നെയായിരിക്കും. എപ്പോ? റോട്ടർ ജസ്റ്റ് കറങ്ങാൻ തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, അതായത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സപ്ലൈ ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നെയായിരിക്കും. ഓക്കെ, സപ്പോസ് നമ്മൾ റോട്ടർ കറങ്ങിയിട്ട് ആൾമോസ്റ്റ് സിങ്ക്രണസ് സ്പീഡിൽ തന്നെ എത്തി. ഓക്കെ, അപ്പൊ സിങ്ക്രണസ് സ്പീഡിൽ എത്തുമ്പോൾ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? സ്ലിപ്പിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? S × F ആണ്. 0 × F എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കുറച്ച് മനസ്സിലാക്കുക. Okay, when the rotor is at stationary, S = 1. The frequency of rotor current is same as supply frequency. അതാണ് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തത്.
ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പാരാമീറ്റർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് കുറച്ച് സിമ്പിൾ കാര്യമാണ്. ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. റോട്ടർ ഇ എം എഫ് ആൻഡ് റോട്ടർ റിയാക്ടൻസ്, അതായത് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എങ്ങനെയായിരിക്കും ഇതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്, അതായത് നമ്മുടെ സ്ലിപ്പ് ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് മാറ്റം വരുന്നത് നോ ലോഡ് കണ്ടീഷൻ അപേക്ഷിച്ച്, അതേപോലെ തന്നെ റോട്ടറിന്റെ റിയാക്ടൻസും എങ്ങനെയൊക്കെയാണ് മാറ്റം വരിക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പാരാമീറ്റേഴ്സ് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതൊക്കെ പാരാമീറ്ററുകളാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ E2 എന്ന് പറഞ്ഞു. E2 എന്ന് പറഞ്ഞാൽ റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. അതായത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ റോട്ടർ. ഓക്കെ, നമ്മൾ റോട്ടർ ഞാൻ സ്റ്റേഷനറി സപ്ലൈ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിലേക്ക് 3 ഫേസ് സപ്ലൈ കൊടുത്തു. അപ്പോൾ ആദ്യം എന്താ ഉണ്ടാകുക, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുമല്ലോ. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് E2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് ഈ E2 ഇൻഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ റോട്ടറിലൂടെ ഒരു കറണ്ട് ഉണ്ടാകുന്നത്. ഈ റോട്ടറിലൂടെ കറണ്ട് കാരണമാണ് ഒരു ലെൻസസിൽ വെച്ചിട്ട് ഇതേ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യില്ലേ, ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന്റെ പേരാണ് E2 എന്ന് പറയും. അതായത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണല്ലോ ആ ഈ റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ പേരാണ് E2 എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ എന്താ E2 എന്ന് പറഞ്ഞല്ലോ, മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി പറയാം. നമ്മൾ റൊട്ടേറ്റിംഗ് 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു, മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, 3 ഫേസ് സപ്ലൈ കൊടുക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഓക്കെ, ഈ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അതിന്റെ പേരാണ് E2 എന്ന് പറയും. ആ E2 ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണ്, അതായത് സ്റ്റേഷനറി കണ്ടീഷനിലാണ്, റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഓക്കെ, ഇനിയാണ് സംഭവിക്കുന്നത് എന്താ, E2 മൂലം ഒരു റോട്ടറിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് മൂലം ലെൻസസിലൊക്കെ വെച്ചിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ തന്നെ കറങ്ങാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ കറങ്ങാൻ തുടങ്ങുന്നതിന്റെ മുന്നേ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഇവിടെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ പേരാണ്, അതായത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാകുമ്പോൾ ഉള്ള ഇ എം എഫിന്റെ പേരാണ് E2 എന്ന് പറയും. അതായത് റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പെർ ഫേസ്. ആ ഒരു ടേം നിങ്ങൾ മനസ്സിലാക്കണം, പെർ ഫേസ് വാല്യൂ ആണ്. ഓക്കെ, X2 എന്ന് പറയുന്നത് റോട്ടർ റിയാക്ടൻസ് പെർ ഫേസ്. അതായത് റോട്ടറിൽ സപ്പോസ് ഞാൻ പറഞ്ഞു റോട്ടറിൽ E2 കാരണം റോട്ടറിന്റെ സർക്യൂട്ടിൽ കറണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ കറണ്ടിന് എത്രമാത്രം ഓപ്പോസിഷൻ ഈ റോട്ടറിന്റെ സർക്യൂട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെയാണ് X2 എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നല്ല വെച്ചോക്കുക, റോട്ടറിന്റെ റിയാക്ടൻസ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ ആണ് X2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിന്റെ റിയാക്ടൻസ്, അതായത് റോട്ടറിന്റെ സർക്യൂട്ട് റോട്ടർ കറങ്ങാൻ തുടങ്ങുന്നതിന്റെ മുന്നേ, അതായത് ജസ്റ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ എത്രമാത്രം ഓപ്പോസിഷൻ, അതായത് റിയാക്ടൻസ് റോട്ടറിന്റെ സർക്യൂട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് X2 എന്ന് പറയുന്നത്. ER, XR, FR ഈ പാരാമീറ്ററുകളാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ER എന്ന് പറഞ്ഞാൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പെർ ഫേസ് അറ്റ് റണ്ണിങ് കണ്ടീഷൻ. അതായത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് പെർ ഫേസ് ആട്ടോ. ഓക്കെ, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പെർ ഫേസ് അറ്റ് റണ്ണിങ് കണ്ടീഷൻ. ഞാൻ പറഞ്ഞു E2 എന്ന് പറഞ്ഞായിരുന്നു റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. എന്താണ് അവിടെ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, റോട്ടർ ജസ്റ്റ് കറങ്ങാൻ തുടങ്ങുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ റോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് പെർ ഫേസിന്റെ വിലയാണ് ER എന്ന് പറയുന്നത്. റോട്ടർ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോട്ടറിന്റെ സർക്യൂട്ടിലെ റിയാക്ടൻസ്, അതാണ് റിയാക്ടൻസ് പെർ ഫേസ് ആണ് XR എന്ന് പറയുന്നത്. FR ഞാൻ പറഞ്ഞു റോട്ടർ ഫ്രീക്വൻസി അണ്ടർ റണ്ണിങ് കണ്ടീഷൻ ആണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നമുക്കറിയാലോ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് സ്പീഡ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റോട്ടർ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കി, റോട്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ റോട്ടർ ജസ്റ്റ് സ്റ്റേഷനറി ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും. റോട്ടർ സ്റ്റേഷനറി ആയുള്ള അവസരത്തിലാണ്, സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാണ്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന അവസരത്തിലാണ്. അപ്പോഴല്ലേ റിലേറ്റീവ് സ്പീഡ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അവസരത്തിലല്ലേ റിലേറ്റീവ് സ്പീഡ് കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇ എം എഫ് എന്തായിരിക്കും? വളരെ വലുതായിരിക്കും. റോട്ടറിൽ ഉണ്ടാകുന്ന ഇ എം എഫ് വളരെ വലുതായിരിക്കും. ഇനി നമുക്കറിയാം റോട്ടറിൽ ഇ എം എഫ് ഉണ്ടായി, അതുമൂലം കറണ്ട് ഒക്കെ ഫ്ലോ ചെയ്തു, അതുമൂലം റോട്ടർ എന്ത് ചെയ്യും? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിന്റെ അതേ സ്പീഡിൽ തന്നെ കറങ്ങാൻ ശ്രമിക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അതേ സ്പീഡിൽ തന്നെ കറങ്ങാൻ തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? റിലേറ്റീവ് സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയും. ഇപ്പൊ റിലേറ്റീവ് സ്പീഡിന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞ എന്താ സംഭവിക്കുക? ഈ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെന്റൻസ് വായിക്കാം. We know EMF induced in the rotor is directly proportional to relative speed between rotor and rotating magnetic field. Okay, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും സ്റ്റേറ്റർ ഉണ്ടാക്കുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റോട്ടറും തമ്മിലുള്ള റിലേറ്റീവ് സ്പീഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, റോട്ടറിൽ ഉണ്ടാകുന്ന ഇ എം എഫ്. വെൻ റോട്ടർ ഈസ് സ്റ്റേഷനറി ആകുമ്പോൾ എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഇസ് ഈക്വൽ ടു 1 അല്ലേ? അതെ. The EMF induced in the rotor will be maximum. ശരി തന്നെയല്ലേ? ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു E2. അതായത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാകുമ്പോൾ, അതല്ല പറഞ്ഞത്, റോട്ടർ സ്റ്റേഷനറി ആകുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ പേരെന്താ പറഞ്ഞത്? E2. അതല്ലേ നമ്മളിവിടെ എഴുതിയത്? ഓക്കെ, E2. വെൻ റോട്ടർ ഈസ് സ്റ്റാർട്ട് റൊട്ടേറ്റിംഗ്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ റിലേറ്റീവ് സ്പീഡ് ഡിക്രീസസ്. ശരിയല്ലേ? റിലേറ്റീവ് സ്പീഡ് ഡിക്രീസസ്. സോ ദ റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഓൾസോ ഡിക്രീസസ്. ശരിയാണല്ലോ? ഓക്കെ, ഇൻ പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് സ്പീഡ്. സോ ഓക്കെ, അപ്പോൾ റോട്ടർ എന്ത് ചെയ്യും? റോട്ടർ റൺ ചെയ്യാൻ തുടങ്ങുന്ന അവസരത്തിൽ റോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യും. അതുമൂലം റോട്ടറിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ സംഭവിക്കുക? റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ അളവും നമുക്ക് കുറയും. ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കി, എസ് ഈക്വൽ ടു 1 ആകുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് E2 എന്ന് പറയുന്നത് വലിയ വാല്യൂ ആയിരുന്നു. പക്ഷെ നമ്മൾ സ്ലിപ്പ് ഇങ്ങനെ നമ്മൾ മോട്ടോർ റൺ ചെയ്യുന്നതിന് അനുസരിച്ച് സ്ലിപ്പ് എന്താ സംഭവിക്കുക? സ്ലിപ്പ് ഇങ്ങനെ കുറഞ്ഞു വരും. സ്ലിപ്പ് ഇങ്ങനെ കുറയുന്നതനുസരിച്ച് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. റോട്ടർ സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ, അതായത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ പേരെന്താ പറഞ്ഞത്? E2 എന്ന് പറഞ്ഞു. ഓക്കെ, റോട്ടർ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്താ ഞാൻ പറഞ്ഞത്? ER എന്ന് പറഞ്ഞു. ആ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇനി നമ്മൾ ER-ഉം E2 തമ്മിലുള്ള എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് എന്താ നമ്മൾ ഒരു റോട്ടറിന്റെ ഫ്രീക്വൻസി എങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്? റോട്ടറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ഞാൻ പറഞ്ഞിരുന്നത് NS മൈനസ് NR എന്നായിരുന്നു പറഞ്ഞിരുന്നത്, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി. ആ റോട്ടറിന്റെ ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എക്സ്പ്രഷൻ കിട്ടി? FR എന്ന് പറയുന്നത് S ഇൻറ്റു എഫ്. ഈ എഫ് ഞാൻ പറഞ്ഞിരുന്നു. എഫ് എന്ന് പറയുന്നത് എന്താ ഞാൻ പറയുന്നത്? സ്റ്റേറ്ററിന്റെ സപ്ലൈ ചെയ്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേറ്ററിന്റെ സപ്ലൈ ചെയ്ത ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് എന്ന് പറയും. ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത്, അതായത് റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിന്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് ഇൻറ്റു E2 ആയിരിക്കും. അതായത് എസ് ഇൻറ്റു E2, അതായത് എസ് ഇൻറ്റു സ്ലിപ്പ് ഇൻറ്റു റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഇൻറ്റു സ്ലിപ്പ്, അതായിരിക്കും റോട്ടർ റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്ലിപ്പ് 1 ആകുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് വലുതായിരിക്കും. സ്ലിപ്പ് ഇങ്ങനെ റോട്ടർ റണ്ണിങ് ആയി തുടങ്ങുമ്പോൾ സ്ലിപ്പ് കുറയും. അപ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് കുറയുകൊണ്ടേയിരിക്കും. അപ്പൊ സ്ലിപ്പിന് ഡിപ്പെൻഡന്റ് ആണല്ലോ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടറിൽ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്, അതാണ് എസ് ഇൻറ്റു E2. ഈ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് നമ്മൾ റോട്ടറിന്റെ ഫ്രീക്വൻസിയുടെ കേസിൽ കിട്ടിയത്. ഞാൻ ഒന്നുകൂടി പറയാം. റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടറിൽ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്. എന്നാലോചിച്ച് നോക്കി, നമ്മൾ എന്താ പറഞ്ഞത്? റോട്ടറിന്റെ ഫ്രീക്വൻസി എന്താണ്? FR എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു FR. അപ്പോൾ ആലോചിച്ച് ഞാൻ നേരത്തെ പറഞ്ഞത് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന റണ്ണിങ് കണ്ടീഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എസ് ഇൻറ്റു
റോട്ടറിൽ നോ ലോഡ് സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അതന്നെയല്ലേ ഈ എഫ് എന്ന് പറയുന്നത്, അതന്നെയല്ലേ സപ്ലൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ ആലോചിച്ചിട്ട് നമുക്കൊരു ഒറ്റ എക്സ്പ്രഷൻ തന്നെയല്ലേ, കോമൺ എക്സ്പ്രഷൻ തന്നെയല്ലേ. ഒന്നുകൂടി മനസ്സിലാത്തവർക്ക്, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ ഇ ആർ എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു ഇ ടു എന്ന് പറഞ്ഞു. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ്. ഓക്കെ, ഇതേ എക്സ്പ്രഷൻ തന്നെ ഞാൻ എഫിന് എടുത്തു. എഫ് എന്ന് പറഞ്ഞാൽ എന്താ, എഫ് എന്ന് പറഞ്ഞാൽ എഫ് ആർ ഇറ്റ് ഈസ് ഈക്വൽ ടു സ്ലിപ്പ് ഇൻറ്റു ഇവിടെ എന്താ പറഞ്ഞത്, റോട്ടർ ഈ സ്ലിപ്പ് ഇൻറ്റു റോട്ടർ റണ്ണ് ചെയ്യാത്ത അവസരത്തിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ്. അതാണല്ലോ ഇ ടു എന്ന് പറയുന്നത്. ഫ്രീക്വൻസിന്റെ കേസിലോ തന്നെയല്ലേ, റോട്ടർ റണ്ണ് ചെയ്യാത്ത അവസരത്തിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ എന്തായിരുന്നു, റോട്ടർ റൺ ചെയ്യാത്ത അവസരത്തിൽ റോട്ടറിന്റെ ഫ്രീക്വൻസി എന്തായിരുന്നു നോക്കി. when rotor is at stationary the frequency of rotor current is same as supply frequency. അപ്പോൾ ആലോചിച്ചത് എന്തായിരുന്നു, എന്താ നമുക്ക് കിട്ടിയത്, എസ് ഇൻറ്റു എഫ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ ഒരു എക്സ്പ്രഷൻ എഴുതിയെന്നുള്ളൂ, ഇങ്ങനെ മനസ്സിലാക്കണ്ട, അവർ ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ ആവുമ്പോൾ ഉള്ള ഇ എം എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ ഈ സ്ലിപ്പ് ടൈംസ്, അതായത് സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. നമ്മൾ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഇവിടെ ഈ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ഒക്കെ നമ്മൾ എഴുതിയത് പെർ ഫേസിലാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോട്ടറിന്റെ റിയാക്ടൻസ് ആണ്. നമുക്ക് നടക്കും റോട്ടർ ഇ എം എഫ് ആണ്, റോട്ടർ റിയാക്ടൻസ് അല്ല പറഞ്ഞു. റോട്ടറിന്റെ റിയാക്ടൻസ് എങ്ങനെയായിരിക്കും നിങ്ങൾ ആലോചിച്ചു. റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താ, എക്സ് എന്ന് പറയുന്ന സംഭവം എന്താ യഥാർത്ഥത്തില് 2π ഇൻറ്റു എഫ് ഇൻറ്റു ഇൻഡക്റ്റൻസ്. അതാണല്ലോ. സപ്പോസ് റോട്ടറിന്റെ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L2 എന്ന് വിചാരിച്ചോളൂ, L2. ഓക്കെ, 2π ഇൻറ്റു എഫ് ഇൻറ്റു L2 ഒന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും റോട്ടർ റൺ ചെയ്യുന്ന അവസരത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, റോട്ടറിന്റെ റിയാക്ടൻസ് നിങ്ങൾക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സ് എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ റിയാക്ടൻസ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ 2π ഇത് പറഞ്ഞ കോൺസ്റ്റന്റ് ആണല്ലോ, 2π കോൺസ്റ്റന്റ് ആണ്. L2 ഇൻഡക്റ്റൻസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആണല്ലോ, അത് ഞാൻ മാത്രം ഇങ്ങോട്ട് മാറ്റി എഴുതി. 2π ഇൻറ്റു L2 അതൊരു കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു എഫ്. ഓക്കെ, അപ്പൊ റോട്ടറിന്റെ റിയാക്ടൻസ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഇതാണ്. ഞാൻ പറഞ്ഞു, അപ്പൊ ഇതിനെ റോട്ടറിന്റെ റിയാക്ടൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ റോട്ടറിന്റെ ഫ്രീക്വൻസി സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലും റണ്ണിങ് കണ്ടീഷനിലും ഒക്കെ വേരി ചെയ്യുന്നുണ്ടല്ലോ. റോട്ടറിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലും റണ്ണിങ് കണ്ടീഷനിലും ഒക്കെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റോട്ടറിന്റെ ഫ്രീക്വൻസിനെയല്ല റോട്ടറിന്റെ റിയാക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്ന് ആലോചിച്ചാൽ റോട്ടറിന്റെ ഫ്രീക്വൻസിനെ റോട്ടറിന്റെ റിയാക്ടൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റോട്ടറിന്റെ ഫ്രീക്വൻസി മാറുന്നതിനനുസരിച്ച്, അതായത് നോ ലോഡ് കണ്ടീഷനിലും റണ്ണിങ് കണ്ടീഷനിലും ലോഡഡ് കേസിലും ഒക്കെ റോട്ടറിന്റെ ഫ്രീക്വൻസി മാറും. കാരണം എന്തുകൊണ്ടാ, സ്ലിപ്പ് മാറുന്നതുകൊണ്ട്. കാരണം അത് സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ. ഓക്കെ, അപ്പൊ സ്ലിപ്പ് മാറുന്നതുകൊണ്ട് റോട്ടറിന്റെ ഫ്രീക്വൻസി മാറും. റോട്ടറിന്റെ ഫ്രീക്വൻസി മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് റോട്ടറിന്റെ റിയാക്ടൻസ് മാറൂലേ, മാറും. അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സപ്പോസ് റോട്ടറിന്റെ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലെ റോട്ടറിന്റെ റിയാക്ടൻസ് പെർ ഫേസ് ആണ് X2 എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് 2π ഇൻറ്റു L2 ഇൻറ്റു ഞാൻ പറയുന്നത് അപ്പുള്ള X2 എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലുള്ള റോട്ടറിന്റെ റിയാക്ടൻസ് 2π ഇൻറ്റു L2 ഇൻറ്റു ആ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലുള്ള റോട്ടറിലുള്ള ഫ്രീക്വൻസി എന്താണ്, എഫ് അല്ലേ, സ്റ്റേറ്റർ ഫ്രീക്വൻസി ആയിരിക്കൂലേ. ഞാൻ പറഞ്ഞിരുന്നല്ലോ FR സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ എന്താണ് റോട്ടറിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ SF. കാരണം എന്താ, 1 ഇൻറ്റു എഫ് ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ ആ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലുള്ള റോട്ടറിന്റെ ഫ്രീക്വൻസി എന്താണ്, എഫ് ആണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു XR എന്ന് പറഞ്ഞാൽ എന്താ, റോട്ടർ റണ്ണ് ചെയ്യുമ്പോഴുള്ള റോട്ടറിന്റെ ഫ്രീക്വൻസി. ആലോചിക്കുക, 2π L2 ഇൻറ്റു അപ്പോൾ ഫ്രീക്വൻസി എന്തായിട്ട് മാറും, FR ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു L2 ഇൻറ്റു FRന്റെ വില എന്താ, എസ് ഇൻറ്റു എഫ്. ആലോചിച്ച് ഞാൻ മാറ്റി 2π ഇൻറ്റു L2 ഇൻറ്റു എഫ് ഇൻറ്റു അത് മാത്രം മാറ്റിയത് ഇൻറ്റു എസ്. 2π L2F നമ്മൾ എവിടെയോ കണ്ടിട്ടില്ലേ. 2π L2F അതിന്റെ വില എന്താണ്, X2. അപ്പൊ ആലോചിച്ച് XR എന്ന് പറയുന്നത് എന്തിട്ട്, XR എന്ന് പറയുന്നത് 2πF L2 എന്ന് പറയുന്നത് എന്താണ്, X2 ഇൻറ്റു എസ്. അതായത് XR എന്ന് പറയുന്നത് S ഇൻറ്റു X2
അതായത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ റോട്ടർ റിയാക്ടൻസ് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ, റോട്ടറിന്റെ റിയാക്ടൻസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടറിന്റെ റിയാക്ടൻസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇവിടെ എന്തായിരുന്നു, റോട്ടറിന്റെ ഫ്രീക്വൻസി അറ്റ് റണ്ണിങ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ, അതെന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസിയാണ്. രണ്ടാമത് എന്തായിരുന്നു, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന റണ്ണിങ് കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ലിപ്പ് ഇൻറ്റു റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF. മൂന്നാമത് എന്തായിരുന്നു, റോട്ടറിന്റെ സർക്യൂട്ടിലെ റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്ലിപ്പ് ഇൻറ്റു റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലാവുമ്പോൾ എത്രയാണോ അതിനുള്ള റിയാക്ടൻസ്. ഈ കാര്യം നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോട്ടറിനുള്ളിലെ കറണ്ടിന്റെ വാല്യൂ എങ്ങനെയാണ്, അതായത് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴും ലോഡ് ചെയ്യാത്ത അവസരത്തിലും എങ്ങനെയൊക്കെയാണ് സ്ലിപ്പ് മാറുമ്പോഴും എങ്ങനെയൊക്കെയാണ് നമുക്ക് മാറ്റം വരിക എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ, ഈ പാരാമീറ്റേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഞാൻ നേരത്തെ ഒരു ജനറലായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. റോട്ടർ റെസിസ്റ്റൻസ് പെർ ഫേസ് R2 എന്ന് പറയുന്നത് റോട്ടർ റെസിസ്റ്റൻസ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. L2 എന്ന് പറഞ്ഞാൽ റോട്ടർ ഇൻഡക്ടൻസ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. E2 എന്ന് പറഞ്ഞാൽ റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. Z2 എന്ന് പറഞ്ഞാൽ എന്താ, ഇമ്പിഡൻസ്. ഓക്കെ, നമുക്കറിയാലോ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ, റെസിസ്റ്റൻസും റിയാക്ടൻസും ചേർന്നിട്ടുള്ള ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ റോട്ടറിന്റെ റിയാക്ടൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തുള്ളൂ. റോട്ടറിന്റെ റിയാക്ടൻസ് മാത്രമേ ഞാൻ ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ട് നമ്മൾ റോട്ടറിന്റെ റിയാക്ടൻസ് മാത്രം ലോഡ് ചെയ്തതിനനുസരിച്ച് ഡിസ്കസ് ചെയ്തത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റോട്ടറിന്റെ റിയാക്ടൻസ് അല്ലേ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു 2πf ഇൻറ്റു ഇൻഡക്ടൻസ് ആണ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. റോട്ടറിനുള്ളിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇൻഡക്ഷൻ മോട്ടോർ നോ ലോഡ് കണ്ടീഷനിലും ലോഡഡ് കണ്ടീഷനിലും, അതായത് ഡിഫറെന്റ് ലോഡഡ് കണ്ടീഷനിലും റോട്ടറിന്റെ ഫ്രീക്വൻസി മാറുന്നുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി മാറുന്നത് കൊണ്ട് റിയാക്ടൻസും മാറും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡന്റ് ആണ് റിയാക്ടൻസ്. പക്ഷേ റോട്ടറിന്റെ റെസിസ്റ്റൻസ് ഈ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡന്റ് ആണോ? അല്ലല്ലോ. ഏതൊരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ρL/A. ഇത് ഫ്രീക്വൻസിന് ഡിപ്പെൻഡന്റ് ആണോ? അല്ലല്ലോ. ഇതൊക്കെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോട്ടറിന്റെ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോ ലോഡ് കണ്ടീഷനിലോ റണ്ണിങ് കണ്ടീഷനിലോ ഒക്കെ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ആ വാല്യൂ ആണ് R2 എന്ന് എഴുതിയത്. ഇൻഡക്ടൻസിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ഇൻഡക്ടൻസ് മാറൂല. ആകുള്ളത് റിയാക്ടൻസ്. എന്തുകൊണ്ടാണ് മാറുന്നത്? ഫ്രീക്വൻസി ആണ് ടേം ഉണ്ടായതുകൊണ്ട്. ഫ്രീക്വൻസി ആണ് ടേം, റോട്ടറിനുള്ള ഫ്രീക്വൻസി ആണ് ടേം നമ്മൾ സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പാരാമീറ്റേഴ്സ് കണ്ടു. ഈ ഇമ്പിഡൻസ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസും റിയാക്ടൻസും ഉണ്ട്. റെസിസ്റ്റൻസ് മാറോ? ഇല്ല, റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, പക്ഷെ റിയാക്ടൻസ് മാറുന്നില്ലേ? റിയാക്ടൻസ് വേരിയബിൾ ആണ്. ഓക്കെ, റിയാക്ടൻസ് വേരി ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇമ്പിഡൻസും വേരി ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ Z2 എന്ന് പറയുന്നത് റോട്ടർ വൈൻഡിങ് ഇമ്പിഡൻസ് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. ZR എന്ന് പറഞ്ഞാൽ റോട്ടർ വൈൻഡിങ് ഇമ്പിഡൻസ് പെർ ഫേസ് അറ്റ് റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടർ ഇമ്പിഡൻസ്. I2 എന്ന് പറഞ്ഞാൽ റോട്ടർ കറണ്ട് പെർ ഫേസ് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. അത് റോട്ടറിൽ ഉണ്ടാകുന്ന റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF കാരണം ഉണ്ടാകുന്ന കറണ്ടിന്റെ പേരാണ് റോട്ടർ കറണ്ട് I2 എന്ന് പറയുന്നത്. അത് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. ഓക്കെ, സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്ന അവസരത്തിൽ. IR എന്ന് പറഞ്ഞാൽ റോട്ടർ കറണ്ട് പെർ ഫേസ് അറ്റ് റണ്ണിങ് കണ്ടീഷൻ. ഇത് റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടറിലെ കറണ്ട്. F എന്ന് പറഞ്ഞാൽ സപ്ലൈ ഫ്രീക്വൻസി, FR എന്ന് പറഞ്ഞാൽ റോട്ടർ ഫ്രീക്വൻസി. ∅2 എന്ന് പറഞ്ഞാൽ റോട്ടറിന്റെ പവർ ഫാക്ടർ, അതായത് പവർ ഫാക്ടറിന്റെ ആംഗിൾ cos ∅2 ഇല്ലേ. അതായത് പവർ ഫാക്ടറിന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്താ? സാധാരണ എന്താ, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ആംഗിൾ അല്ലേ പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആലോചിച്ച്, റോട്ടറിന്റെ സർക്യൂട്ടിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ER. റണ്ണിങ് കണ്ടീഷനിൽ ER. റോട്ടറിന്റെ സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? IR. അപ്പൊ ഇത് തമ്മിലുള്ള ആംഗിളിന്റെ പേരാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആ ആംഗിളിന്റെ പേരാണ് ഫൈ എന്ന് പറയും. ഓക്കെ, ആ ആംഗിളിന്റെ പേരാണ് ഫൈ. ഇതാണ് നമ്മൾ പവർ ഫാക്ടർ ആംഗിൾ അറിയാലോ. അപ്പൊ ആലോചിച്ച്, ∅2 എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ∅2 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഞാൻ ഇവിടെ എഴുതിയത്? സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന്റെ വാല്യൂ എന്താണ്? E2. റോട്ടറിലൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ എന്താണ്? I2.
അപ്പോൾ ആംഗിളിന്റെ വാല്യാണ് ഫൈ ടു എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ വെച്ചിട്ട് ഫൈ ആർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റണ്ണിങ് കണ്ടീഷനിലാണ്. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന്റെ വാല്യൂ എന്താണ്? ER. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിലോട്ടുള്ള കറണ്ടിന്റെ വാല്യൂ എന്താണ്? IR. അപ്പോൾ ഇത് നമ്മൾ ആംഗിൾ എന്ത് വിളിച്ചു? ഫൈ ആർ എന്ന് വിളിച്ചു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഈ ഇക്വേഷനൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറൈവ് ചെയ്യാൻ പറ്റും. X2 അതായത് റോട്ടർ സ്റ്റാൻഡ് കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എന്താ അറിയില്ല, 2πf × L2. ഇത് നമുക്ക് അറിയാൻ പറ്റും, കാരണം സിമ്പിൾ ആണ്. X2 എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് കണ്ടീഷനിലുള്ളത് 2π × f × L2, അതായത് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇതാണ് 2π × L2 × f, അതായത് റോട്ടറിലെ ഫ്രീക്വൻസി. സ്റ്റാൻഡ് കണ്ടീഷനിലെ റോട്ടറിലെ ഫ്രീക്വൻസി എന്തായിരിക്കും? സപ്ലൈ ഫ്രീക്വൻസി ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. Z2 ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോൾ മെയിൻ ആയിട്ട് റോട്ടറിൽ റെസിസ്റ്റൻസും റിയാക്ടൻസും മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അറ്റ് സ്റ്റാൻഡ് കണ്ടീഷൻ, സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള ഇംപെഡൻസ് എന്ന് പറയുന്നതാണല്ലോ Z2 എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് റോട്ടറിലുള്ള റെസിസ്റ്റൻസ് പ്ലസ് സ്ക്വയർ പ്ലസ് സ്റ്റാൻഡ് കണ്ടീഷനിൽ റോട്ടറിലുള്ള റിയാക്ടൻസ്. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള റോട്ടറിന്റെ ഇംപെഡൻസ് കിട്ടി. ഓക്കെ, എന്നാലോചിച്ച് നോക്കി, ഒരു സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ സർക്യൂട്ടിന്റെ ഇംപെഡൻസ് കിട്ടി. ഈ സർക്യൂട്ടില് സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള EMF കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് എന്തായിരിക്കും? സ്റ്റാൻഡ് കണ്ടീഷനിൽ ഈ സർക്യൂട്ടിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ I2 അല്ലേ? I2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? E2 ഡിവൈഡഡ് ബൈ ആ ഇംപെഡൻസ്. ഒന്നാലോചിക്ക്, E2 ഡിവൈഡഡ് ബൈ ഇംപെഡൻസ്, E2 ഡിവൈഡഡ് ബൈ R2 ഹോൾ സ്ക്വയർ പ്ലസ് X2 ഹോൾ സ്ക്വയർ. ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്? റോട്ടർ സ്റ്റാൻഡ് കണ്ടീഷനിലാകുമ്പോൾ ഉള്ള വാല്യൂസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. റോട്ടർ സ്റ്റാൻഡ് കണ്ടീഷനിലാകുമ്പോൾ റോട്ടറിന്റെ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? റിയാക്ടൻസ് ആണ്. വാല്യൂ എന്താണ്? X2. അതെന്തായിരിക്കും? 2π × L2 × അപ്പോളോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ F ആയിരിക്കും. ഇതേപോലെ തന്നെ ഇംപെഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് റെസിസ്റ്റൻസ് ഹോൾ സ്ക്വയർ പ്ലസ് പിന്നെ എന്താ ആപ്പുള്ള ഇംപെഡൻസ് X2 ഹോൾ സ്ക്വയർ. ഇതേപോലെ തന്നെ റോട്ടർ സ്റ്റാൻഡിലാവുമ്പോൾ റോട്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് E2/R2 ഹോൾ സ്ക്വയർ പ്ലസ് X2 ഹോൾ സ്ക്വയർ. അപ്പോൾ റോട്ടർ സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള റോട്ടറിന്റെ പവർ ഫാക്ടർ നോക്കുക. റോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാലോ. നിങ്ങൾ പവർ ഫാക്ടർ ആംഗിൾ, ഇംപെഡൻസ് ആംഗിൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? FAസിൽ പഠിച്ചു കാണും. ഇത് റെസിസ്റ്റൻസ്, ഇത് റിയാക്ടൻസ് ആണെങ്കിൽ ഇത് ഇംപെഡൻസ്. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഫാക്ടർ ആംഗിൾ ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്താ? കോസ് ഫൈ അല്ല നമ്മൾ പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. കോസ് ഫൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൊസൈൻ ഓഫ് ഫൈ എന്ന് പറയുന്നത് എന്താ? സമീപവശം, അതായത് അഡ്ജസെന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് കർണം, അല്ലെങ്കിൽ R/Z അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, R/Z അല്ലേ? ഓക്കെ, R/Z ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, റോട്ടറിന്റെ പവർ ഫാക്ടർ കാണണം. റോട്ടറിന്റെ പവർ ഫാക്ടർ കാരണം അറ്റ് സ്റ്റാൻഡ് കണ്ടീഷനിൽ നമുക്കെന്താ ഫോർമുല എന്തായത്? R/Z. എന്നാലോചിച്ച് റോട്ടറിന്റെ സ്റ്റാൻഡ് കണ്ടീഷനിലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ്? R2 ഡിവൈഡഡ് ബൈ Z പറഞ്ഞ ഇംപെഡൻസ് അല്ലേ? റോട്ടർ സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള ഈ ഇംപെഡൻസിന്റെ വാല്യൂ എന്താണ്? Z2 ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് R2 ഹോൾ സ്ക്വയർ പ്ലസ് X2 ഹോൾ സ്ക്വയർ. ഇതാണ് റോട്ടറിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റാൻഡ് കണ്ടീഷനിൽ. അപ്പൊ നമ്മൾ സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള റോട്ടറിന്റെ റിയാക്ടൻസ് കണ്ടു, ഇംപെഡൻസ് കണ്ടു, റോട്ടറിലുള്ള കറണ്ടിന്റെ വാല്യൂ കണ്ടു, റോട്ടറിന്റെ പവർ ഫാക്ടർ കണ്ടു. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഡിറ്റർമിൻ ചെയ്തൂടെ? ഓക്കെ, ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ എന്താ ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്? റോട്ടറിന്റെ റണ്ണിങ് കണ്ടീഷനില് റോട്ടറിന്റെ റിയാക്ടൻസ് എന്തായിരിക്കും? അതായത് XR. ഇത് എത്രയായിരിക്കും നോക്കുക? XR എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്? 2π × L2 × റോട്ടർ റണ്ണിങ് കണ്ടീഷനിലുള്ള ഫ്രീക്വൻസി എന്താണ്? FR. അപ്പൊ എന്താ? 2π × L2 × FR എന്ന് പറഞ്ഞാൽ എന്താ? S × F ആണ് അല്ലെ? 2π × L2 × F × S ആണല്ലോ. ഈ വാല്യൂ എന്താ നമ്മൾ പഠിച്ചത്? 2π L2 F, 2π F L2 എന്താ? X2. അപ്പോൾ X × X2, അതായത് XR എന്ന് പറയുന്നത് X2 ആയിരിക്കും. നല്ല ഇവിടെ എഴുതിയത് XR എന്ന് പറയുന്നത് റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടറിന്റെ സർക്യൂട്ടിലെ റിയാക്ടൻസ് എന്ന് പറയുന്നത് X2 ആയിരിക്കും. ഓക്കെ, അതാണല്ലോ. ഓക്കെ, അപ്പൊ XRന്റെ വാല്യൂ മാറി. ഇനി ഒന്ന് ആലോചിച്ചോക്കെ, ഇംപെഡൻസ് നോക്കുക. ഇംപെഡൻസ് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് റണ്ണിങ് കണ്ടീഷനിലുള്ള കണ്ട്. അപ്പൊ ZR ഈക്വൽ ടു റണ്ണിങ് കണ്ടീഷനിലുള്ള റെസിസ്റ്റൻസും സ്റ്റാൻഡ് കണ്ടീഷനിലുള്ള റെസിസ്റ്റൻസും ഒക്കെ ഈക്വൽ തന്നെയാണല്ലോ. ഓക്കെ, ഇനി എന്താ? R2 ഹോൾ സ്ക്വയർ പ്ലസ് X2 ആയിരുന്നു. റണ്ണിങ് കണ്ടീഷനിലുള്ള റിയാക്ടൻസ് എന്താണ്? XR
ഹോൾ സ്ക്വയർ. എന്നാലോചിച്ച് ഒന്നുകൂടി മാറ്റി എഴുതി കൂടെ R2 ഹോൾ സ്ക്വയർ പ്ലസ് XR എന്ന് പറഞ്ഞാൽ എന്താണ്? XR എന്ന് പറയുന്നത് SX2. അപ്പോൾ SX2 ഹോൾ സ്ക്വയർ മാറ്റി എഴുതി. ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതന്നെയല്ല ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ റോട്ടർ റണ്ണിങ് കണ്ടീഷനിലുള്ള റോട്ടറിലെ EMF എന്താ? എന്നാലോചിക്ക്, റോട്ടറിന്റെ സർക്യൂട്ട് എടുക്കുക. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിന്റെ അക്രോസ് ആയുള്ള EMFന്റെ വാല്യൂ എന്താണ്? ER. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? IR. റണ്ണിങ് കണ്ടീഷനിൽ റോട്ടറിന്റെ സർക്യൂട്ടിന്റെ ഇമ്പിഡൻസ് എന്താണ്? ZR. അപ്പൊ എന്തായിരിക്കും? IRന്റെ വാല്യൂ എന്തായിരിക്കും? ആ EMF ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ്. ഈ ERന്റെ വാല്യൂ എന്താണ്? ERന്റെ റോട്ടർ റണ്ണിങ് കണ്ടീഷനിലുള്ള ERന്റെ വാല്യൂ എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, S ഇൻറ്റു E2 ആണല്ലോ. ഓക്കെ, ZR എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് R2 ഹോൾ സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ. ഈ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് റോട്ടറിന്റെ പവർ ഫാക്ടർ. റോട്ടറിന്റെ പവർ ഫാക്ടർ എന്താ? ഞാൻ പറഞ്ഞിരുന്നു, റോട്ടറിന്റെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ റോട്ടറിന്റെ ഇമ്പിഡൻസ് അല്ലെ. റോട്ടറിന്റെ റെസിസ്റ്റൻസ് എന്താണ്? R2. റണ്ണിങ് കണ്ടീഷനിലെ ഒക്കെ R2 അല്ലേ. റോട്ടറിന്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് R2 ഹോൾ സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ. ഇത്രേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ. ഇത് വെച്ചിട്ട് നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാണ്ട് ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈ പ്രോബ്ലംസ് വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വളരെ നന്നായിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഒന്നാമത്തെ പ്രോബ്ലം ആണ്. എ 4-pole 3-phase ഇൻഡക്ഷൻ മോട്ടോർ ഓപ്പറേറ്റ്സ് ഫ്രം എ 50 Hz സപ്ലൈ സിസ്റ്റം. അതായത് ഞാൻ ഇപ്പോൾ എടുത്തു ഇൻഡക്ഷൻ മോട്ടോർ 4 പോളിലാണ് വൈൻഡ് ചെയ്തത്. ഓക്കെ, വൈൻഡ് ചെയ്തത് 4 പോളിലാണ്. 1, 2, 3, 4. അപ്പോൾ P എന്ന് പറയുന്നത് നമുക്ക് 4ആണ് കിട്ടി. ഓക്കെ, 3-phase സിസ്റ്റം ഓപ്പറേറ്റ് ഫ്രം എ 50 Hz സപ്ലൈ. അതായത് സ്റ്റേറ്ററിലേക്ക് കൊടുത്ത ഇൻപുട്ട് സപ്ലൈയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ്? 50 Hz ആണ്. ഓക്കെ, അപ്പോൾ F എന്ന് പറയുന്നത് നമുക്ക് 50 Hz കിട്ടും. ഇഫ് ദ മെഷീൻ റൺസ് അറ്റ് 3% സ്ലിപ്പ്, അതായത് നമുക്ക് സ്ലിപ്പിന്റെ വാല്യൂ 3% കിട്ടും. 3% എന്ന് പറഞ്ഞാൽ എന്താ? 3/100 അല്ലേ. സ്ലിപ്പിന്റെ വാല്യൂ എന്താണ്? 0.03. ഓക്കെ, സ്ലിപ്പിന്റെ വാല്യൂ നമുക്ക് കിട്ടും 0.03. സ്ലിപ്പിന്റെ മാക്സിമം വാല്യൂ എന്താണ്? 1. മിനിമം വാല്യൂ എന്താണ്? 0. ഓക്കെ, നമുക്ക് എങ്ങനെയാ ഈ 3% മാറിയത്? സ്ലിപ്പിന്റെ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? NS മൈനസ് NR ബൈ NS ഇൻറ്റു 100 അല്ല പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് വെറും സ്ലിപ്പാണ്. വെറും സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? NS മൈനസ് NR ബൈ NS ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കിട്ടിയാൽ പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് പറഞ്ഞാലാണ് നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പാണ് NS മൈനസ് NR ബൈ NS ഇൻറ്റു 100 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെറും സ്ലിപ്പാണ് വേണ്ടി. വെറും സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ്. ഇത് മാത്രം കിട്ടണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ? അതായത് പെർസെൻറ്റേജ് സ്ലിപ്പ് ബൈ 100. അതാണ് നമ്മളെ വെറും സ്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് സ്ലിപ്പ് കിട്ടി 0.03 കിട്ടി. ഓക്കെ, സ്ലിപ്പ് 0.03 കിട്ടി. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റോട്ടറിന്റെ സ്പീഡാണ്. ഒന്നാമത് എന്താ നമുക്ക് വേണ്ടത്? ഡിറ്റർമൈൻ റോട്ടറിന്റെ സ്പീഡ്. അതായത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഇൻഡക്ഷൻ മോട്ടറിലേക്ക് 3-phase സപ്ലൈ കൊടുത്ത് 50 Hz 3-phase സപ്ലൈ കൊടുത്ത് ആ ഇൻഡക്ഷൻ മോട്ടറിന് 4 പോളിലായിരുന്നു വൈൻഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ മെഷീന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മെഷീൻ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സ്ലിപ്പ് എന്ന് പറയുന്നത് 3% ആണ്. 3%. നമുക്കറിയാലോ സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? NS മൈനസ് NR ബൈ NS ആണ്. എന്നാലോചിച്ച് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ 0.03. NS മൈനസ് NR ബൈ NS. നമുക്ക് വേറെ എന്തെങ്കിലും തന്നോ? അവിടെ NS തന്നിട്ടില്ല, NR തന്നിട്ടില്ല, NS തന്നിട്ടില്ല. നമുക്ക് എന്താ കാണണ്ടേ? റോട്ടറിന്റെ സ്പീഡ്. അതായത് NR അല്ല നമുക്ക് കാണേണ്ടത്, NR ആണ് നമുക്ക് കാണേണ്ടത്. NS നമുക്കറിയില്ലേ? NS എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് അല്ലേ. NS എന്ന് പറഞ്ഞാൽ എന്താ? റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് 120F/P അല്ലേ. എന്നാലോചിച്ച് 120 ഇൻറ്റു സ്റ്റേറ്ററിന്റെ സപ്ലൈ ഫ്രീക്വൻസി എത്ര? 50 ഡിവൈഡഡ് ബൈ P. P എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പോൾസ് അല്ലേ. നമ്പർ ഓഫ് പോൾസ് ആണ് എത്രയും കാലം? 4 അല്ലേ. അപ്പൊ എന്നാലോചിച്ച് 4 എത്രയാണ്? 30. 30ന്റെ 50 എത്രയാണ്? 1500 RPM അല്ലേ. അപ്പൊ NS എത്ര കിട്ടി? 1500 കിട്ടി. അപ്പൊ എന്നാലോചിച്ച് ഇക്വേഷൻ മാറ്റിയത് കൂടെ 1500 മൈനസ് NR ബൈ NS അല്ലേ.
ഓക്കെ, 1500/NR/NS അല്ലേ? നമുക്ക് ഇത്ര എഴുതി കൂടെ? ഇത് 1500 തന്നെയല്ലേ? NSന്റെ വില എത്ര? 1500. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് NR കിട്ടൂടെ? NR കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. നമുക്ക് ഈ ഇക്വേഷനെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. NR എന്ന് പറയുന്നത് NS ഇൻറ്റു 1 - S എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ പഠിക്കണം എന്നൊന്നുമില്ല. ഇക്വേഷൻ പഠിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് റോട്ടറിന്റെ സ്പീഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷന്റെ സ്പീഡ് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ അറൈവ് ചെയ്ത് അതാണെങ്കിൽ അറിയാത്തവർക്ക് നോക്കുക. ഒന്നുമില്ലെങ്കിൽ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. അല്ലെങ്കിൽ സ്ലിപ്പ് എന്ന് പറയുന്നത് NS - NR/NS. ഇതിനങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. S ഇൻറ്റു NS എന്ന് പറയുന്നത് NS - NR ആണ്. ഓക്കെ, ഞാൻ NRനെ അങ്ങോട്ട് കൊണ്ടുവന്നത് എസിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. NRനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സാധനത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. NR ഈക്വൽ ടു NS - S ഇൻറ്റു NS. NR ഈക്വൽ ടു NS ഇൻറ്റു 1 - S. അതായത് സിങ്ക്രണസ് സ്പീഡും സ്ലിപ്പ് പറഞ്ഞാൽ റോട്ടറിന്റെ സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. NS ഇൻറ്റു 1 - S. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്തു. ഈ ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് എന്താ? FR അതെന്താ? S ഇൻറ്റു F അല്ലേ? സ്ലിപ്പ് എത്ര തന്നാണ്? 0.03 ഇൻറ്റു FR എത്രയാ? 50 ഹെർട്സ്. ഇത് എത്രയാ? 1.5 ഹെർട്സ്. അപ്പൊ ആലോചിച്ചാൽ മതി, റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാണ്? 1.5 ഹെർട്സ്. 50 ഹെർട്സ് കൊടുത്തിട്ട് റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസിയുടെ വാല്യൂ എത്രയാ? 1.5 ഹെർട്സ്. വളരെ ചെറുതല്ലേ? അതെ. ഇനി അടുത്തെന്താ? ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. അതായത് റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ. നമ്മൾ റോട്ടർ കറണ്ട് ജനറൽ ഇക്വേഷൻ എന്താ? FR = S × F. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ എന്താ? എസിന്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ എത്രയായിരിക്കും? FR = F ആയിരിക്കും. എഫിന്റെ വാല്യൂ എത്രയാണ്? 50 ഹെർട്സ്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് റോട്ടർ കറണ്ട് അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ എത്രയാണ്? 50 ഹെർട്സ് തന്നെയാണ്. 50 ഹെർട്സ്. അപ്പോൾ ഈ ഇക്വേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. രണ്ടാമത്തെ പ്രോബ്ലത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കും. ദ ഇൻഡ്യൂസ്ഡ് EMF ബിറ്റ്വീൻ ദ സ്ലിപ്പ് റിംഗ് ടെർമിനൽസ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ. സ്ലിപ്പ് റിംഗ് ടെർമിനൽസ് ഉള്ളത് ഏത് ഇൻഡക്ഷൻ മോട്ടറിലാണ്? 3-phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലല്ലേ? ഓക്കെ, അതറിയാലോ. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണല്ലോ. ഓക്കെ, അപ്പോൾ സ്ലിപ്പ് റിംഗ് ടെർമിനൽസ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടോർ വെൻ ദ റോട്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ ഈസ് 100 വോൾട്ട്. അതായത് റോട്ടർ സ്റ്റാൻഡ് സ്റ്റിൽ ആകുമ്പോൾ സ്ലിപ്പ് റിംഗ് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ട് എന്ന് പറയുന്നത് 100 വോൾട്ട് ആണ്. ഇത് നമ്മളൊന്ന് തിങ്ക് ചെയ്യണം കേട്ടോ. The induced EMF between the slip ring terminals of a 3-phase induction motor when the rotor at standstill is 1000 volt, 100 volt. Okay, the rotor has a resistance of റോട്ടറിന്റെ റെസിസ്റ്റൻസ് എത്ര തന്നത്? R2 എന്ന് പറയുന്നത് 0.05 ohm. And the rotor has a standstill resistance and standstill reactance. Standstill reactanceന്റെ വാല്യൂ എന്താണ്? X2 എന്ന് പറയും. X2 എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.1 ohm. ഓക്കെ, അപ്പോൾ റോട്ടറിന്റെ റെസിസ്റ്റൻസ് കിട്ടി, റോട്ടറിന്റെ റിയാക്ടൻസും കിട്ടി. കാൽക്കുലേറ്റ് ദ റോട്ടർ കറണ്ട് ആൻഡ് phase difference between rotor voltage and rotor current at 4% slip and 100% slip. അതായത് സ്ലിപ്പ് 0.04 ആകുമ്പോഴും സ്ലിപ്പ് 1 ആകുമ്പോഴും എങ്ങനെയൊക്കെ ആയിരിക്കും റോട്ടറിന്റെ കറണ്ട്, അതായത് റോട്ടറിന്റെ കറണ്ട് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. റോട്ടറിന്റെ കറണ്ടും ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ റോട്ടർ വോൾട്ടേജ് ആൻഡ് റോട്ടർ കറണ്ട്, അതായത് പവർ ഫാക്ടറിന്റെ ആംഗിൾ അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യത്തിലാണ് ഈ ക്വസ്റ്റ്യന്റെ ട്വിസ്റ്റ് നടക്കുന്നത്. ആദ്യത്തിലാണ് നമുക്ക് പലപ്പോഴും വിചാരിക്കും ഈ റോട്ടറിന്റെ സ്ലിപ്പ് റിംഗിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് റോട്ടറിലെ വോൾട്ടേജ് E2 നമ്മൾ ജസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുക്കും. നമുക്ക് എന്താ പറയുക, സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ റോട്ടറിന്റെ സ്ലിപ്പ് റിംഗിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് 100 എന്ന് പറഞ്ഞു സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്താ ഡയറക്റ്റ് ആയിട്ട് 100 എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് എന്താ പറഞ്ഞത്, റോട്ടറിൽ E2 എന്ന് പറഞ്ഞാലും ER എന്ന് പറഞ്ഞാലും ഒക്കെ പെർ ഫേസ് വാല്യൂസ് ആയിരിക്കണം. ഇവിടെ എന്താ പറഞ്ഞത്, സ്ലിപ്പ് റിങ്ങുകൾക്ക് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് 100 എന്ന് പറയും. അപ്പൊ നമുക്കൊന്ന് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം.
ആലോചിച്ചു. ഇതല്ല സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടർ എന്ന് പറയുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് റിംഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലിപ്പ് റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ? ഓക്കെ, ഈ സ്ലിപ്പ് റിംഗിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോകുന്നത്? ഇവിടെ പോകുന്നു. ഓക്കെ, ഇവിടെ എത്തി. ഈ സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നത്? നേരെ കണക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഈ രണ്ട് വൈൻഡിങ്ങിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ? ഒന്ന് ആലോചിച്ചിട്ട് എന്ത് വോൾട്ടേജ്? ലൈൻ വോൾട്ടേജ് അല്ലേ? ഓക്കെ, രണ്ട് ലൈനുകളൊക്കെ ക്രോസ് ആയിട്ട് വോൾട്ടേജ് അല്ലേ? അപ്പൊ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്ലിപ്പ് റിങ്ങുകളൊക്കെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് ലൈൻ വോൾട്ടേജ് അല്ലേ? നമുക്ക് എടുക്കേണ്ടത് എന്താ? ഫേസ് വോൾട്ടേജ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ കാര്യം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ തരുന്നതാണ് ആ കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? E2 എന്ന് പറയുന്നത് 100 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? E2 പെർ ഫേസ് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ √3. സാധാരണ സ്റ്റാറിലാണ് നമ്മൾ, സ്റ്റാർ കോൺഫിഗറേഷനിലാണ് നമ്മൾ സ്ലിപ്പ് റിങ്ങുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നത്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിൽ വേണ്ടല്ലേ? ഇതെടുത്തിട്ട് നേരെ നമ്മളൊന്ന് കോമൺ ആയിട്ടല്ല കണക്ട് ചെയ്തത്. ഓക്കെ, ഈ കോമൺ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്ലിപ്പ് റിങ്ങുകൾ സ്റ്റാർ കോൺഫിഗറേഷനിലാണ് നമ്മൾ കണക്ട് ചെയ്യാറുള്ളത് സാധാരണ. അതുകൊണ്ടാണ് അത് അങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പൊ E2 പെർ ഫേസ് എന്ന് പറയുന്നത് 100/√3 എടുത്ത്. അപ്പൊ E2 പെർ ഫേസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 57.7. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ കാണേണ്ടത് സ്ലിപ്പ്. ആദ്യം തന്നെ നമുക്ക് വെൻ സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 4%, അതായത് 0.04 ആകുമ്പോഴുള്ള വാല്യൂസ് കാണണം. നമുക്ക് ഏതാ കാണേണ്ടത്? ആദ്യം തന്നെ കാണേണ്ട റോട്ടർ കറണ്ട് കാണണം. റോട്ടർ കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? IR. റോട്ടർ കറണ്ട് കാണണം. റോട്ടർ കറണ്ടിന്റെ വാല്യൂ എന്തായിരുന്നു? നമ്മൾക്ക് എപ്പോഴും അറിയാലോ, റോട്ടറിലെ കറണ്ട് എന്താ? റോട്ടറിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റോട്ടറിന്റെ ഇമ്പിഡൻസ് അല്ലേ? റോട്ടറിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? S × E2 ഡിവൈഡഡ് ബൈ റോട്ടറിലെ ഇമ്പിഡൻസ് എന്താ? റോട്ടറിന്റെ സ്ക്വയർ പ്ലസ് XR. എന്ന് പറഞ്ഞാൽ എന്താണ്? S × X2 ഹോൾ സ്ക്വയർ. നമുക്ക് X2 എത്ര തന്നാണ്? 0.1 തന്നാണ്. കണ്ടൂടെ? S × E2. S എന്ന് പറഞ്ഞാൽ എന്താണ്? S-ന്റെ വാല്യൂ എന്താണ്? S-ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0.04 ഇൻറ്റു E2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 57.7. സ്ക്വയർ റൂട്ട് ഓഫ് R2 എത്ര നമുക്കറിയില്ലേ? R2ന്റെ വാല്യൂ എത്രയാണ്? നമുക്ക് എത്ര തന്നത്? 0.05 സ്ക്വയർ പ്ലസ് SX2. S എന്ന് പറഞ്ഞാൽ എന്താ? 0.04 ഇൻറ്റു X2 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് IR-ന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ലിപ്പ് 4% ആകുമ്പോൾ നമുക്ക് ഏകദേശം 46 ആംപിയർ കിട്ടും. ഓക്കെ, 46 ആംപിയർ കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കാണണം? നമുക്ക് കാണേണ്ടത് റോട്ടർ കറണ്ടും ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ റോട്ടർ വോൾട്ടേജ് ആൻഡ് റോട്ടർ കറണ്ട്. ഓക്കെ, ഫേസ് ഡിഫറൻസ് അല്ലേ? നമുക്കറിയാലോ, കോസ് φR എന്ന് പറയുന്നത് നമുക്ക് എന്തായിരുന്നു പറയുന്നത്? റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് എന്താണ്? R2 ഡിവൈഡഡ് ബൈ ZR അല്ലേ? അപ്പോൾ φR നമുക്ക് കാണാൻ പറ്റും. R2 എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം 0.05 എന്നറിയാം. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ZR എന്ന് പറയുന്നത് R2 ഹോൾ സ്ക്വയർ പ്ലസ് ZR എന്ന് പറയുന്നത് XR × S × X2 ഹോൾ സ്ക്വയർ. S എന്ന് പറയുന്നത് 0.04 ഇൻറ്റു 0.1 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് കോസ് φR കിട്ടും. ഓക്കെ, അപ്പോൾ കോസ് φRന്റെ വാല്യൂ നമുക്ക് ഏകദേശം എത്ര ഒരു വാല്യൂ കിട്ടും? ഓക്കെ, ആ വാല്യൂ കിട്ടി. സപ്പോസ് കോസ് φR എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 0.2 കിട്ടി വിചാരിച്ചോളൂ. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ എടുത്ത് ചെയ്യുക. φR എന്ന് പറഞ്ഞാൽ എന്ത് അറിയാം? നിങ്ങൾ കാൽക്കുലേറ്ററിൽ കോസ് ഇൻവേഴ്സ് 0.2 ചെയ്താൽ നമുക്ക് ഏകദേശം φRന്റെ വാല്യൂ എന്ന് പറയുന്നത് 5.1 ഡിഗ്രി കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിലുണ്ട് ഒരു കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിൽ കോസ് ഇൻവേഴ്സ് 0.2 ചെയ്താൽ നമുക്ക് φRന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടത് ഈ കണ്ട വാല്യൂ ഒക്കെ തന്നെ സ്ലിപ്പ് 100%. സ്ലിപ്പ് 100% എന്താ? സ്ലിപ്പ് 1 അല്ലേ? ആ സ്ലിപ്പ് 1ൽ കാണാം. കണ്ടൂടെ? ആദ്യം തന്നെ സ്ലിപ്പ് 1 ആകുമ്പോൾ ആദ്യം എന്താ കണ്ട്? റോട്ടറിന്റെ കറണ്ട് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് എക്സ്പ്രഷൻ എന്താ? SE2 സ്ക്വയർ ബൈ R2 ഹോൾ സ്ക്വയർ പ്ലസ് SX2 ഹോൾ സ്ക്വയർ. ആലോചിക്ക്, S1 ആകുമ്പോൾ S എന്താ? 1 ഇൻറ്റു E2 പറഞ്ഞാൽ 57.7 ഡിവൈഡ് ബൈ R2 ഹോൾ സ്ക്വയർ പ്ലസ് R2 എത്രയാ? 0.05 ഹോൾ സ്ക്വയർ പ്ലസ് S പറഞ്ഞാൽ എന്താ? 1 ഇൻറ്റു X2 എത്രയാ? 0.1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് വാല്യൂ ഇട്ടൂടെ? IR-ന്റെ വാല്യൂ എത്ര കിട്ടും? 516 ആംപിയർ കിട്ടും. ഓക്കെ,
എസ് ഈക്വൽ ടു 1 എന്നുള്ള കണ്ടീഷൻ എന്താണ്? ഒന്ന് ആലോചിച്ചത് ചാൻസ് ഇല്ലല്ലേ? ചാൻസ് ഇല്ല എന്താ? മോട്ടർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അവസരത്തിലുള്ള കറണ്ട് അല്ല നമുക്ക് കിട്ടിയത്. ആലോചിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോഴുള്ള കറണ്ട് അല്ലേ കിട്ടിയത്. ആ സമയത്തുള്ള കറണ്ടൊക്കെ നമുക്ക് പണ്ടത്തെ ഒരു എക്സ്പീരിയൻസ്, ഇതിന് മുന്നൊക്കെ പഠിച്ച മോട്ടറിലൊക്കെ നമ്മളെന്താ സ്റ്റാർട്ടിങ് സമയത്തുള്ള കറണ്ടിന്റെ പേരെന്താ പഠിച്ചത്? സ്റ്റാർട്ടിങ് കറണ്ട് അല്ലേ? ഒന്ന് ആലോചിച്ച് ഇൻഡക്ഷൻ മോട്ടറിലെ സ്റ്റാർട്ടിങ് കറണ്ട് നമുക്ക് എത്ര കിട്ടിയത്? 516 ആംപിയർ. പക്ഷെ നമ്മൾ 4% സ്ലിപ്പിൽ റൺ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? ഏകദേശം ഒരു 46 ആംപിയർ കിട്ടിയിരുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് സ്റ്റാർട്ടിങ് കണ്ടീഷനിലുള്ള കറണ്ടിന്റെ വാല്യൂ എന്താ? വെരി വെരി ഹൈ ആണ്. അതും കൂടി ഈ പ്രോബ്ലത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇതേപോലെ തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാനുള്ളത്? ഫൈ2 കാണണം. ഫൈ2 എന്ന് പറഞ്ഞാൽ എന്താ? ആർ ബൈ സെഡ് ആണ്. ആർ എന്ന് പറഞ്ഞാൽ R2 ബൈ ZR. അത് നമുക്ക് എത്രയാണെന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏകദേശം എൻ്റെ ആംഗിൾ കോസ് ഇൻവേഴ്സ് എടുത്താൽ ആംഗിൾ 63.4 കിട്ടും. ഓക്കെ, 63.4 കിട്ടും. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി അടുത്തൊരു മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. എ ത്രീ ഫേസ് ഫോർ പോൾ 400 വോൾട്ട് 50 ഹെർട്സ് ഇൻഡക്ഷൻ മോട്ടർ വൺ റണ്ണിങ് ഓൺ ഫുൾ ലോഡ്. അതായത് സ്റ്റേറ്ററിൽ കൊടുക്കുന്ന റീഡിംഗ് ആയിട്ടാണ് കൊടുത്തത്. ഈ 400 സ്റ്റേറ്ററിൽ എപ്പോഴും കൊടുക്കുമ്പോഴും ഇത് പറഞ്ഞാൽ 4 പോൾ 4 പോളിലുള്ള 400 വോൾട്ട് പറയുന്നത് ഇൻപുട്ടിൽ കൊടുക്കുന്ന ലൈൻ വോൾട്ടേജിന്റെ വാല്യൂ ആണ് 400 എന്ന് പറയുന്നത്. 50 ഹെർട്സ്. ഇപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സ്. നമ്പർ ഓഫ് പോൾസ് അറിയാം, മോട്ടറിന്റെ 4ആണ്. ഇൻഡക്ഷൻ മോട്ടർ വെൻ റണ്ണിങ് ഓൺ ഫുൾ ലോഡിൽ റൺ ചെയ്യുമ്പോൾ the frequency of the rotor EMF is found to be 2.5 Hz. അതായത് റോട്ടറിന്റെ EMFന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR എന്ന് പറയുന്നത് 2.5 Hz ആണെന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ മോട്ടർ അറ്റ് ഫുൾ ലോഡ്. അതായത് ഈ കണ്ടീഷനിലുള്ള മോട്ടറിന്റെ സ്പീഡ് നമുക്കറിയാലോ. മോട്ടറിന്റെ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്ലിപ്പ് അറിയെങ്കിൽ NR എന്ന് പറയുന്നത് NS ഇൻറ്റു 1 - S അല്ലേ? ഇതാണല്ലോ നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്. NSR എന്താ? NS പറഞ്ഞാല് 120F/P. ആലോചിച്ച് സപ്ലൈ ഫ്രീക്വൻസി തന്നിട്ടില്ലേ? 50 തന്നാണ്. 120 ഇൻറ്റു 50/4 എത്ര? 120 ഇൻറ്റു 50/4 എത്ര? 1500 RPM. ഓക്കെ, അപ്പൊ NS കിട്ടി. ഇനി നമുക്ക് എന്താ സ്ലിപ്പ് മാത്രം കിട്ടിയാൽ പോലെ? സ്ലിപ്പ് കിട്ടിയില്ലേ? ആലോചിച്ച് FR എന്ന് പറയുന്നത് എന്താ? FR എന്ന് പറഞ്ഞാല് എസിന്റെ F ആണ്. നമുക്കറിയില്ലേ? അറിയാം. FR എന്ന് പറഞ്ഞാൽ എസിന്റെ F അല്ലേ? അതാലോചിച്ച് അപ്പൊ എസിന്റെ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? FR/F ആയിരിക്കൂലേ? FR എത്ര കിട്ടിയത്? 2.5 ഹെർട്സ് ഡിവൈഡഡ് ബൈ F എത്ര? 50 അല്ലേ? അപ്പൊ സ്ലിപ്പിന്റെ വാല്യൂ എന്തായിരിക്കും? സ്ലിപ്പിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 0.05 അല്ലേ നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ സ്ലിപ്പിന്റെ വാല്യൂ 0.05 കിട്ടി. അപ്പൊ റോട്ടറിന്റെ സ്പീഡ് എന്തായിരിക്കും? NS ഇൻറ്റു 1500 ഇൻറ്റു 1 - 0.05 which is equal to 1425 RPM. ഒന്ന് ആലോചിച്ചാൽ മതി. ഈ ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡ് കണ്ടീഷനിൽ 1500 RPM റൺ ചെയ്തത്. ഓക്കെ, അത് ഫുൾ ലോഡ് കണ്ടീഷനിൽ 1425 RPM കുറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു 75 RPM സ്പീഡേ കുറഞ്ഞിട്ടുള്ളൂ. അതായത് ഇൻഡക്ഷൻ മോട്ടറിൽ നമ്മൾ ഫുൾ ലോഡ് ചെയ്താലും നമ്മൾ DC സീരീസ് മോട്ടർ പോലെയൊന്നും വലിയ രീതിയിലൊന്നും സ്പീഡ് ഒരിക്കലും കുറയില്ല. കുറച്ച് കുറവേ ഇൻഡക്ഷൻ മോട്ടറിന്റെ കേസിൽ വരുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു.